ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എലിമിനേറ്റ് ആയി പോയവർ വന്നിട്ട് വീഡിയോസ് ചെയ്യാണ് ബിഗ് ബോസിനെതിരെ. അഗ്നിപരീക്ഷ ഫെയർ അല്ല, എലിമിനേഷൻ ഫെയർ അല്ല, എന്നേക്കാൾ യോഗ്യത ഇല്ലാത്ത ഒരു ഹൗസിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് എലിമിനേറ്റ് ആയ ഒരു 80% പേരെങ്കിലും അങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവരെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അവർ ഔട്ടായതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവരെക്കാൾ ബെറ്റർ ആയിട്ട് തോന്നാത്തവരെ ഉള്ളിൽ കാണുമ്പോഴൊക്കെ ഉള്ളൊരു ഇതുകൊണ്ട് അവർ പറഞ്ഞു പോകുന്നതാണ്. അത് പറഞ്ഞു പോട്ടെ. എനിക്ക് പറയാനുള്ളത്, എടാ ഇത് ബിഗ് ബോസ് അല്ല, ബിഗ് ബോസ് അഗ്നി പരീക്ഷയാണ്. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, 91 ദിവസത്തിൽ അവർ 20 പേരെ എലിമിനേറ്റ് ആക്കുള്ളൂ. ഇതങ്ങനെയല്ല, ഇത് 20 ദിവസത്തെ പരിപാടിയാ. ആ 20 ദിവസത്തെ പരിപാടിയിൽ അവർക്ക് എന്ത് ചെയ്യണം? 36 പേരെ എലിമിനേറ്റ് ചെയ്യണം. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? മറ്റേത് 91-ൽ 20 പേര് പോകുമ്പോൾ ഇവിടെ 20-ൽ 36 പേരെ എലിമിനേറ്റ് ചെയ്യണം ഇവർക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എലിമിനേഷൻ നടക്കുക. അത് ഒരാൾക്ക് ഫെയർ ആയിട്ട് തോന്നും, മറ്റവർക്ക് അൺഫെയർ ആയിട്ട് തോന്നും. ഇപ്പോ ഒരുത്തൻ പോയി, മറ്റവൻ പോയില്ല, അപ്പൊ ഓൻ പറയാണ് ഓനല്ലേ ശരിക്കും പോകണ്ടേന്നുള്ളത്. ഇനി മറ്റവൻ പോയി കഴിഞ്ഞാൽ മറ്റവൻ നേരെ തിരിച്ചു പറയും, ഞാനല്ലല്ലോ ഇവനല്ലേ പോകണ്ടേന്നുള്ളത്, കാരണം ഞാൻ ഗെയിം ജയിച്ചല്ലേ. ഇവിടെ നിങ്ങളെ പുറത്താക്കുന്നതിൽ ഒരു കാരണം, ടാസ്കിൽ നിങ്ങൾ പോസ്റ്റ് പെർഫോമർ ആകുമ്പോൾ നോമിനേഷനിൽ വരുന്നതാണ്. പക്ഷെ നോമിനേഷനിൽ നിങ്ങൾ പുറത്താക്കുന്നത് വെറും ടാസ്ക് ബേസ് മാത്രമല്ല, നിങ്ങൾ അവിടെ അത്രയും ദിവസം നിന്നതിൽ നിങ്ങൾ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കണോ എന്ന് നോക്കിയിട്ടാണ്. അത് ജഡ്ജസിന് അത് ഫീൽ ചെയ്യണം. നിങ്ങളുടെ സ്ക്രീൻ സ്പേസ്, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ശബ്ദം അവരുടെ ഓർമ്മയിൽ വരണം. ആ രീതിയിൽ വരാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഔട്ടായത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് മാക്സിമം ഇനി ആവായിരുന്നു. പറയുന്നവർ ഒരു വട്ടം പറഞ്ഞു പോയിക്കോട്ടെ, ഇത് നിങ്ങൾ ആവർത്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് അഗ്നിപരീക്ഷയാണ്, ഇങ്ങനെയൊക്കെ തന്നെ പുറത്താക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം, ലോ ലെവൽ ഗെയിംസ് ആയിരുന്നു അഗ്നിപരീക്ഷയിൽ. കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഗെയിംസ് ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് സിമ്പിൾ ഗെയിം കൊടുത്തിട്ട് പുറത്താക്കുന്നത് കുറച്ച് മോശപ്പെട്ട പരിപാടിയായി. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക്. ഓക്കെ, പിന്നെ പ്രേക്ഷകരോട് അത് അടുത്തേക്ക് പറയാം.